ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സക്സസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് പൊരുതി നേടിയ ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന ഒരു സമയമാണ്. ഈ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നാൾ കാത്തിരുന്നതായിരിക്കാം. അതിനു വേണ്ടിയിട്ട് ശരിക്കും നിങ്ങൾ ജീവിതത്തിൽ അത്രയും സ്ട്രഗിൾ ചെയ്തു എന്നാണ് കാണുന്നത്. ഒരുപാട് പേരുടെ കുറ്റപ്പെടുത്തലുകളും അതുപോലെ നിങ്ങളുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ കുറേ വാക്കുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ സഹനങ്ങൾക്ക്, നിങ്ങളുടെ കഠിന പരിശ്രമങ്ങൾക്ക് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നൊരു വിജയമാണിത്. ഈ ഒരു വിജയം നിങ്ങളുടേത് മാത്രമാണ്. കാരണം വേറെ ആർക്കും ഇതിലൊരു പങ്കില്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നു എന്നാണ്. പിന്നെ കൺട്രോളാണ് വന്നിട്ടുള്ളത്. അതായത് ചില ആൾക്കാർ ശരിക്കും നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ സാഹചര്യങ്ങളെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വയ്ക്കുന്നു എന്നാണ് കാണുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ്. ചിലപ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം. അവർ നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അങ്ങനെ പോകരുത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകരുത്, അല്ലെങ്കിൽ ഫോൺ ബിസി ആക്കരുത്, അല്ലെങ്കിൽ ഓൺലൈനിൽ വരരുത്. അങ്ങനെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ നിർബന്ധിതരാകുന്നു എന്നാണ് കാണുന്നത്. അവരുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങളൊരു പാവയെ പോലെ ജീവിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി മെച്ചപ്പെടുത്താൻ സാധിക്കുന്നില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പെയിൻ ചില വ്യക്തികൾക്ക് കാണുന്നുണ്ട്. അത്തരത്തിൽ പെയിൻ അനുഭവിക്കുന്ന ചില വ്യക്തികളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതായത് മറ്റുള്ളവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾ എന്താണ്? നമ്മൾ ഈ ഭൂമിയിൽ വന്നത് നമ്മൾക്കൊരു പർപ്പസ് ഉണ്ട്. അപ്പോൾ നമുക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് മറന്നുകൊണ്ട് ജീവിക്കേണ്ട സാഹചര്യമുള്ള കുറച്ച് വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടാകാം. മറ്റുള്ളവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നുണ്ടാവാം. അതിൻ്റെ ഒരു പെയിൻ നിങ്ങൾക്ക് ഉണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു ബൗണ്ടറി മറ്റുള്ളവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് നിങ്ങൾ ഈ ഒരു സമയം ആ സാഹചര്യത്തെയൊക്കെ കൺട്രോൾ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബൗണ്ടറി മറികടന്ന് നിങ്ങൾ പുറത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. പിന്നെ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു യൂണിയനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് അവരുടെ സോൾ കണക്ഷനുള്ള ആളുകളെ കണ്ടുമുട്ടുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ അത്തരം വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നാണ്. മറ്റു ചില ആൾക്കാർക്ക് പാസ്റ്റിലൊരു സോൾ കണക്ഷനുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ പ്രണയത്തിലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം നിങ്ങളെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു കൺട്രോളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തിറങ്ങി അവരുമായിട്ട് വീണ്ടും ഒരു യൂണിയനിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ പാർട്ടിസിപ്പേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നൽകുന്ന ഒരു സന്ദേശവും അത് തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീയൂണിയൻ
വരുന്നു എന്നുള്ളതാണ്, നിങ്ങൾക്കൊരു യൂണിയൻ്റെ സമയമാണ് എന്നുള്ളതാണ്. ഇവിടെ പാർട്ടിസിപ്പേഷനും ലവേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയ ആ ഒരു വ്യക്തിയുമായിട്ട് വീണ്ടും കൂടിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഒരുപാട് നാളുകൾ കൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പായി പോയൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പം ആ ഒരു വ്യക്തി നിങ്ങളിലെ സത്യം മനസ്സിലാക്കി തിരിച്ചു വരുന്നൊരു സമയം കൂടിയാണിത്. മറ്റു ചിലർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചേർന്ന് പുറത്തു പോയി ഒന്ന് കറങ്ങിയൊക്കെ വരാമെന്ന് വിചാരിക്കുന്ന സമയമാണ്. അതായത് അവരുമായിട്ട് ചേർന്ന് അടിച്ചു പൊളിക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതായത് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള ആളുകളുമായി ചേർന്ന് സമയം ചിലവഴിക്കാനും അല്ലെങ്കിൽ അവരെ കണ്ടുമുട്ടാനായിട്ടും ഒക്കെയുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരെയും സമൂഹത്തെയൊക്കെ നോക്കി, അല്ലെങ്കിൽ അവരെന്ത് കരുതും, അവർ വിഷമിക്കൂലേ, അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മൂടി വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ കൺട്രോളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് കടക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു സമയം കൂടിയാണിത്. പിന്നെ മൈൻഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒരുപക്ഷെ കടന്നു കൂടിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ കണ്ടീഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ പുറത്തിറങ്ങണ്ട, അല്ലെങ്കിൽ ഇനി ആരോടും സംസാരിക്കേണ്ട, ഇനി ഇങ്ങനെ ചെയ്യേണ്ട, അങ്ങനെയൊക്കെയുള്ള കുറേ നിബന്ധനകൾ വെച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ ട്രാപ്പിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഹാർമണിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഹാർമണിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എവിടെയാണോ സന്തോഷം കിട്ടുന്നത് ആ സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നൽകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളെ മുന്നോട്ട് പോകാൻ നിരുത്സാഹപ്പെടുത്താൻ പലരും ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ശ്രമങ്ങളെല്ലാം പാളിപ്പോകുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ഒന്നിനും സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ മുന്നേറി ആ ഒരു ഇരുട്ടിൽ നിന്നും ഒരു പ്രകാശത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. ആ പ്രകാശത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഓർഡിനറീസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. അവരിൽ നിന്ന് യാതൊരു പ്രതിഫലമോ അംഗീകാരമോ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആവാം അവർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്ത ആ പ്രവൃത്തിയുടെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്കെല്ലാം ഫലം കാണുന്ന സമയം കൂടിയാണിത്. നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ച ഒരു കാര്യത്തിന് ഒരു സക്സസ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. പിന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാൻ, ഇപ്പോഴും ഭാവിയിലും നിങ്ങളുടെ സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിനും നല്ല ജീവിതം നയിക്കുന്നതിനും നിങ്ങൾ പണം ലാഭിക്കുന്നു എന്നാണ്. നിങ്ങളുടെ പാഴ്ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലർ വീട്ടുചിലവുകളൊക്കെ ചുരുക്കി നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഭാവി ഭദ്രമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.